ഈ കേരളത്തിലെ പാർട്ടി ശക്തീകരണങ്ങളെ കുറിച്ച് ബി.ജെ.പി പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായ പാർട്ടി നിർദ്ദേശങ്ങളെ പ്രതിനിധിക്കും. ഇതിനുള്ള അവസാനം മാധ്യമങ്ങൾ കഴിയുമ്പോൾ ഈ ബി.ജെ.പിയുടെ കടമയാക്കുന്നവരെ ചെറുക്കാൻ എന്താണ് CPM-ന്റെ പ്രവർത്തനം? CPIM-ന്റെ 3 വർഷം മുമ്പ് നടന്ന പാർട്ടി കോൺഗ്രസ് തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു 30% ഉറച്ച ഒരു സ്വാധീനമുണ്ട്. മറ്റു കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചാലും സംഘപരിവാറിന് ഒരു 30% പിന്തുണ വോട്ട് ചെയ്യുന്നവരുടെ ഉണ്ട് എന്നുള്ളൊരു സ്ഥിതി ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അത് ഒരു പൊതുബോധ നിർമ്മിതിയാണ്. ആ പൊതുബോധ നിർമ്മിതിയിൽ സംഘപരിവാർ വിജയിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അവരിപ്പം ഗുജറാത്തിൽ ചില സുഹൃത്തുക്കൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി പുതിയ സാഹചര്യത്തിൽ വിളിച്ചു. അപ്പോൾ ഗുജറാത്തിലേക്ക് പോയിരിക്കുകയാണ്, ഞങ്ങൾ അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുക്കളാണ് അവർ. അവരിത് ആലോചിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. മഹാത്മാഗാന്ധിയുടെ നാടിപ്പം ഈ മഹാത്മാഗാന്ധിയുടെ ഘാതകന്മാരുടെ രക്തം പുരണ്ട കരങ്ങളിലാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വേദനയോട് കൂടിയിട്ടുള്ള വിസ്മയം തോന്നുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ ജീവൻ കവർന്നെടുത്തവരുടെ കൂട്ടാളികൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് തുടർച്ചയായി 3 തിരഞ്ഞെടുപ്പുകളിൽ ജയിച്ച്, മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ 1 വർഷം മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ മാറ്റണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് പരാജയപ്പെടുത്താൻ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഇടപെടൽ കൊണ്ടാണ് കഴിഞ്ഞത്. അപ്പം ഇത് ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു വെല്ലുവിളിയാണ്. കേരളത്തിൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലും BJP അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നില്ലേ എന്ന ചോദ്യം നമ്മുടെ സമൂഹം ഉന്നയിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. അതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പൊതുബോധ നിർമ്മിതി ഇവർക്ക് പിന്നിൽ അണിനിരക്കുന്നത് കുറച്ചിലാണെന്നുള്ളൊരു ബോധം കേരളത്തിൽ മുമ്പുണ്ടായിരുന്നു. BJP-യോടൊരു അനുഭാവം എനിക്കുണ്ട് എന്ന് നമ്മളുടെയൊക്കെ മുമ്പിൽ സമ്മതിക്കാൻ മുമ്പുണ്ടായിരുന്ന കുറച്ചിൽ, ജാല്യത, അതില്ലാതായതിൽ ഒരു ഘടകം തുടർച്ചയായി കേന്ദ്ര ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാണ് നമ്മൾ എന്ന ഭരണാധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഉള്ളിലുള്ള ന്യായീകരണം. നമ്മൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ കൂടെ നിൽക്കുകയാണ്, ഇപ്പം ഇന്ത്യക്കാരല്ലേ ഭരിക്കുന്നത്, അപ്പം പിന്നെ അവരുമായിട്ട് സഹകരിച്ചാൽ എന്താണ് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരിക്കൽ സമ്പ്രദായം, അത് വെച്ചിട്ടാണ് അവർ പിന്നെ എല്ലാവരെയും കുറ്റം പറയും. അപ്പം ഇതും കുഴപ്പമില്ല, നിങ്ങളുടെ കൂട്ടത്തിലും കുറേ കുഴപ്പമുണ്ട്, ഇവരുടെ കൂട്ടത്തിലും കുറേ കുഴപ്പമുണ്ട്, പക്ഷെ ഞങ്ങൾ അവരുടെ കൂടെയാണ്. ഈ അധികാരത്തെ ആസ്പദമാക്കിയിട്ടുള്ള രാഷ്ട്രീയ ന്യായീകരണം, രാഷ്ട്രീയ സാധൂകരണം, അതാണ് ഞാനിങ്ങനെ വാക്കുകൾ അന്വേഷിക്കുക. രാഷ്ട്രീയ നിലപാടിൻ്റെ സാധൂകരണം എന്താണ്? ഇന്ത്യയിലെ ഭരണ പാർട്ടിയാണ് എന്നുള്ളതാണ്. ആ സാധൂകരണ പ്രതിഭാസം കേരളത്തിലും പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. എന്നെ വിളിച്ച് ചില സഖാക്കൾ പറഞ്ഞിട്ടുണ്ട്, സഖാവേ, നമ്മളൊന്നും ഒരിക്കലും BJP-യുടെ കൂടെ പോകുമെന്ന് കരുതാത്ത ചില ആളുകൾ ഇവിടെ ഇപ്പോൾ ചെറിയ ചില അനുഭവം കാണും. നമ്മുടെ ആളുകളൊന്നുമല്ല, പക്ഷെ സമൂഹത്തിൽ ചില മാന്യന്മാരുണ്ടല്ലോ, ഇടത്തരക്കാർ, പൊതുക്കാര്യ പ്രസക്തർ എന്നൊക്കെ പറയുന്ന ചിലരാണെങ്കിൽ ചിലരെ കുറിച്ച് പറഞ്ഞത് ഞാൻ പറയാം. പാത്തും പതുങ്ങിയൊക്കെ ഇവരുമായിട്ട് സഹകരിച്ചിരുന്ന ചില ആളുകൾ ഇപ്പോൾ പരസ്യമായിട്ട് അവരുമായിട്ട് സഹകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അത് പല തലങ്ങളുണ്ട്. ഒന്ന്, വ്യത്യസ്ത മേഖലയിലുള്ള പ്രമുഖർക്ക് പലർക്കും അംഗീകാരം കിട്ടണമെന്നുണ്ട്. അപ്പോൾ പത്മഭൂഷണം പത്മശ്രീയൊക്കെ ആരാ കൊടുക്കുന്നത്?
അപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ പ്രാഞ്ചിയേട്ടന്മാർ പലരും അക്കാരണത്താൽ ഇവിടേക്ക് ആകർഷിക്കപ്പെടും. അപ്പോൾ ഇതൊരു പ്രതിഭാസമാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവത്തിലെടുക്കേണ്ടതാണ്. പല പ്രദേശത്തും അപ്രതീക്ഷിതമായി ഭരണത്തിൽ വരാൻ വേണ്ട സ്വാധീനം ഇവർ നേടിയെടുക്കുന്നു. ത്രിപുര ഉദാഹരണമാണ്. ഞാനങ്ങോട്ട് പറയാം. ബംഗാൾ പോലെ, പശ്ചിമ ബംഗാൾ പോലുള്ളൊരു സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട അധികാരത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയിരിക്കുന്നു. അപ്പോൾ ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഗൗരവമുള്ള ഒരു പ്രതിഭാസമാണ്. ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്ന പ്രദേശങ്ങളിലും ഈ പ്രതിഭാസം വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ ഈ ശക്തികൾക്ക് അക്കൗണ്ട് തുറക്കാൻ ഇടതുപക്ഷം ഒരിക്കലും അവസരം കൊടുത്തിട്ടില്ല. ഈ പത്രസമ്മേളനം നടക്കുന്ന ജില്ലയിൽ BJPക്ക് ഒരു MLA ഉണ്ടായിരുന്നു. ആ MLAക്ക് ജയിക്കാൻ, BJP MLAക്ക് നേമത്ത് നിന്ന് ജയിക്കാൻ വോട്ട് കിട്ടിയത് എവിടാണെന്ന്, അദ്ദേഹം ജയിച്ച അസംബ്ലി തിരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ടും അതിന് തൊട്ട് മുമ്പ് നേമത്ത് അസംബ്ലി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ടും താരതമ്യപ്പെടുത്തി നോക്കിയാൽ പ്രാഥമിക ഗണിതശാസ്ത്രം അറിയുന്ന ആർക്കും ആരുടെ വോട്ട് കൊണ്ടാണ് നിയമസഭയിലേക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിഞ്ഞത് എന്നറിയാം. കേരളത്തിൻ്റെ ഇന്നത്തെ മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചു, നിയമസഭയിലേക്ക് BJP ഒരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട്, ആ അക്കൗണ്ട് ഞങ്ങൾ ഇത്തവണ പൂട്ടാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ചു. ആ അക്കൗണ്ട് പൂട്ടിയ ശിവൻകുട്ടിയാണ് ഇപ്പോൾ മന്ത്രിയായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ലോക്സഭയിലേക്ക് BJPയുടെ ഒരാൾ കേരളത്തിൽ ജയിച്ചിട്ടുണ്ട്. ആ ആള് ജയിച്ച പാർലമെന്റ് മണ്ഡലത്തിൽ UDFന് അത് സിറ്റിംഗ് സീറ്റാണ്. എൻ്റെ സുഹൃത്ത് TN പ്രതാപനാണ് അവിടെ നിന്ന് ജയിച്ചത്. അദ്ദേഹം ജയിക്കുമ്പോൾ UDFന് കിട്ടിയ വോട്ട് എത്രയാണ് എന്ന കണക്ക് എൻ്റെ മാന്യ സുഹൃത്തുക്കൾ നോക്കുക. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ അവിടെ UDFന്റെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നോക്കുക. LDFന്റെ വോട്ട് മുൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 16,000 കൂടിയിട്ടില്ലേ എന്ന് കണക്ക് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കോൺഗ്രസ് ലോക്സഭയിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ഒരാളെ കൊടുക്കുക മാത്രമല്ല ചെയ്തത്. നിങ്ങൾ എഴുതുമോ ഇത് ഞാൻ ഈ പറയുന്നത്? നാളെ ഒരു ബോക്സിൽ കൊടുക്കുമോ? കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ BJPക്ക് ഇപ്പോഴും ഭൂരിപക്ഷമില്ലാത്ത രാജ്യസഭയിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ രാജ്യസഭയിൽ ഒരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കന്മാർ. പക്ഷെ ഇവിടെ നിന്നല്ല കൊടുത്തത്, രാജസ്ഥാനിൽ നിന്നാണ് കൊടുത്തത്. കൂടുതലുമല്ലോ ഞാൻ പറയണോ അതിനെക്കുറിച്ച്? പറയണ്ടല്ലോ, വ്യക്തമല്ലേ ഞാൻ പറഞ്ഞത്? ഇതൊന്നും അറിയാതെ എൻ്റെ മാന്യ സുഹൃത്ത് എനിക്ക് അഭിനന്ദന സന്ദേശം അയച്ചത് ഇങ്ങനെ BJPയെ സഹായിക്കുന്ന നിലപാട് CPM ഉണ്ടാകാതെ നോക്കിക്കൊള്ളണമെന്ന് എന്നോട്. ആരാ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഏതോ സംഘപരിവാറിൻ്റെ ഏതോ നേതാക്കന്മാരുടെ ചിത്രത്തിന് മുമ്പിൽ കൈതൂപ്പി നിന്നൊന്നും പറയണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിപരമായി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം. പക്ഷേ CPMൻ്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് സംഘടനാപരമായ തീരുമാനമെടുത്ത് കഴിയുമ്പോൾ അഭിനന്ദന സന്ദേശത്തിൽ പോലും CPM എന്തോ BJPയെ സഹായിക്കുന്നവരാണെന്നുള്ള മട്ടിലുള്ള കുത്ത്, അങ്ങനെയാണ് അഭിനന്ദന സന്ദേശം അയക്കുന്നത്. അതിനിന്ദന സന്ദേശമാണ് യഥാർത്ഥത്തിൽ. അത് വസ്തുതാ വിരുദ്ധമാണ് എന്ന് എൻ്റെ സുഹൃത്തിനോട് പറയാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ BJP ഉയർത്തുന്ന ഭീഷണി വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അതിനകത്ത് CPIMനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവുമില്ല. CPIMൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഇക്കാര്യത്തിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ തിരുത്താൻ CPIMന് യാതൊരു വൈമനസ്യവും ഉണ്ടാവില്ല.